പാലക്കാട് കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്തിലെ കർഷക ദിനത്തിൽ EMSനോട് അനാദരവെന്ന് പരാതി. ചിറ്റൂർ MLA സുമേഷ് അച്യുതൻ പങ്കെടുത്ത കർഷക ദിന പരിപാടിയിൽ EMSന്റെ ചിത്രം തുണികൊണ്ട് മറച്ചുവെന്നാണ് പരാതി. കോൺഗ്രസും CPIM വിമതരും ചേർന്നാണ് പഞ്ചായത്തിൽ ഭരണം നടത്തുന്നത്. EMSനെ അവഹേളിച്ചുവെന്ന് കാട്ടി നാളെ CPIM പ്രതിഷേധം സംഘടിപ്പിക്കും. ഇക്ബാൽ അറക്കൽ അല്പസമയത്തിനുള്ളിൽ വിവരങ്ങളുമായി ചേരും. EMSനെ അവഹേളിച്ചു എന്നുള്ള വലിയൊരു പരാതിയാണ് ഇപ്പോൾ ഉയരുന്നത്. CPIM വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു. നാളെ പ്രതിഷേധ മാർച്ച് നടത്താനുള്ള നീക്കത്തിലേക്കും കടന്നിരിക്കുകയാണ്. പാലക്കാട് കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്തിന്റെ കർഷക ദിനത്തിൽ EMSനോട് അനാദരവ് കാട്ടി EMSന്റെ ചിത്രം തുണികൊണ്ട് മൂടിയാണ് പരിപാടിയിൽ സ്ഥാപിച്ചത് എന്നുള്ള ഒരു ആക്ഷേപമാണ് ഉയരുന്നത്. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഇക്ബാൽ, എന്താണ് സംഭവിച്ചത്? ഇക്ബാൽ, കേൾക്കാമോ? ഇന്ന് ചിറ്റൂർ MLA സുമേഷ് അച്യുതൻ പങ്കെടുക്കുന്ന ഒരു കർഷക ദിന പരിപാടി പാലക്കാട് കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്തിൽ നടന്നിരുന്നു. കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത് കോൺഗ്രസും CPIM വിട്ടുവന്ന വിമത കൗൺസിലർമാരെല്ലാം ചേർന്നാണ് ഭരിക്കുന്നത്. അവിടെ വെച്ച് ഈ കർഷക ദിനം നടക്കുന്നതിനിടയിലാണ് EMSന്റെ ചിത്രത്തോട് അവഹേളിച്ചു എന്ന രീതിയിലുള്ള ഒരു പരാതി ഇപ്പോൾ CPIM അവിടെ ഉയർത്തുന്നത്. ഈ കർഷക ദിന പരിപാടി ആചരിക്കുന്നതിനിടയിൽ EMSന്റെ ചിത്രം ഒരു വെളുത്ത തുണി കൊണ്ട് ഈ ഭരണസമിതി മറച്ചു എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ പരാതിയായി ഇപ്പോൾ CPIM പറയുന്നത്. ഈ പരിപാടി നടക്കുന്നതിനിടയിലായിരുന്നു ഇത്തരത്തിലൊരു ശ്രമം. ഇത് കോൺഗ്രസ് MLA പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ്, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളാണ് തങ്ങളെന്ന് അവകാശപ്പെടുന്ന ഈ കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത് ഭരണസമിതി ഇത്തരത്തിലൊരു പ്രവൃത്തി നടത്തിയിരിക്കുന്നത്. ഏതായാലും ഇവർക്കെതിരെ കടുത്ത പ്രതിഷേധമായി തങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇപ്പോൾ CPIM അറിയിച്ചിട്ടുള്ളത്. EMSനെ ഈ കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത് ഭരണസമിതി അവഹേളിച്ചു എന്ന് കാട്ടി നാളെ CPIMന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് പ്രതിഷേധ പ്രകടനവും നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ പ്രൊജക്ടർ ഉപയോഗിക്കാൻ കെട്ടിയതാണ് EMS ചിത്രത്തിന് മുന്നിലുള്ള വെള്ള തുണിയെന്നും ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഈ പരിപാടിക്കിടയിൽ തന്നെ ഈ തുണി എടുത്തു മാറ്റിയെന്നാണ് പഞ്ചായത്ത് ഭരണസമിതി ഈ സംഭവത്തിൽ ഒരു വിശദീകരണമായി പറയുന്നത്. എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് CPIM. ഇക്ബാൽ അറക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്.